കമലയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വൈജ. ഈ സമയം വൈജ സ്വന്തം കാറിലാണ് ചെല്ലുന്നത്. കമല ചോദിക്കുന്നുണ്ട്, ആഹാ, കാറൊക്കെ ഇറക്കിയോ? ഇറക്കി. ഒരുപാട് പൈസയായെന്ന് തോന്നല്ലോ. പിന്നെ ഒരു കാറിനുള്ള പൈസയായി. ഇതിലും ഭേദം വേറെ കാറങ്ങ് മേടിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറാണ്. അങ്ങനെ കയറുമ്പോഴേക്കും കമല ചായ എടുക്കാം എന്ന് പറയുമ്പം, ഓ വേണ്ട കമലെടുത്തി, എന്തിനാ അത്രയ്ക്കും ബുദ്ധിമുട്ടുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുത്തു കൊടുത്തിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് ദിവസം വൈജ നിന്നപ്പോൾ ഉള്ള പെരുമാറ്റവും ബിഹേവിയറും ഒക്കെ നമ്മുടെ വൈജ കണ്ടതാണല്ലോ. കമല വേണ്ടെങ്കിൽ വേണ്ട എന്ന മട്ടിൽ അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഞാൻ അമ്മയൊന്ന് കണ്ടുവരാം എന്നും പറഞ്ഞ് അമ്മയുടെ മുറിയിലേക്ക് വൈജ കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ വൈജയെ കണ്ടപാടെ അമ്മ, ആഹാ നീയാണോ? കാറിൻ്റെ ശബ്ദം പുറത്ത് കേട്ടപ്പോൾ ഞാൻ കരുതി ശിവനോ മറ്റാരെങ്കിലും മനുവോ ഒക്കെ ആയിരിക്കുമെന്ന്. നിന്റെ കാറ് പുറത്തിറക്കിയോ എന്ന് ചോദിക്കുകയാണ്. ആ, കാർ ഇറക്കി. ഇന്നലെ രാത്രിയിലാണ് കിട്ടിയത്. അതുകൊണ്ട് രാവിലെ തന്നെ ഇങ്ങ് പോന്നു. കാറിലാഞ്ഞിട്ട് ഒരു സമാധാനമില്ലായിരുന്നു. അത് പണിതിറക്കിയപ്പോൾ നല്ല പൈസയായില്ലേ? പൈസയായോന്ന്? ഒരു കാറിനുള്ള പൈസയായി. ഇതിലും ഭേദം ഒരു കാറങ്ങ് എടുക്കുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ല, ഇപ്പം എങ്ങനെയുണ്ട് അവിടെ അന്തരീക്ഷമൊക്കെ? എവിടെ? നെടുമുറക്കൽ വീട്ടിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണ്. അവിടെ എന്താ, എപ്പോഴും പോലെ തന്നെ എല്ലാവരും ഉണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. ഇത്രയും നാളും അവിടെ ഒരു ബാധ കൂടിയിരിക്കുകയായിരുന്നല്ലോ. ഇപ്പം അതെല്ലാം പോയി. അതുകൊണ്ട് അവിടെ ഇപ്പം സമാധാനം സന്തോഷമുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്ത് ബാധ? ബാധ എന്താണെന്ന് അമ്മയ്ക്ക് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല, നീ ജോലിക്ക് പോയി തുടങ്ങിയോ? തുടങ്ങാൻ പോവാണെന്നൊക്കെ കമല പറഞ്ഞു കേട്ടു. ഞാൻ ഈ ആഴ്ച മുതൽ ജോലിക്ക് കയറാൻ പോവാ. അതിനുമുമ്പേ ഒന്ന് വന്നിട്ട് പോയതാ. ജോലിക്ക് കയറിയ പിന്നെ വരാനുള്ള സമയമൊന്നും കിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ല, കുട്ടികളൊക്കെ ഇപ്പം എങ്ങനെയുണ്ട്? രോഹിത്തിന് സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റം? അതുപോലെ ബബിത, എല്ലാവരും ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം, ആ എല്ലാവരും ഓക്കെയാ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അലീന മോള് വന്ന് എല്ലാവരും നേരെയാക്കിയത്. ബബിതയുടെ സ്വഭാവമൊക്കെ തീരെ മോശമായിരുന്നല്ലോ. അതുപോലെ തന്നെ രോഹിത്തും വല്ലാതെ വഴിതെറ്റി പോയിരുന്നല്ലോ. അലീന മോള് വന്ന എല്ലാം ശരിയാക്കിയത് എന്ന് മുത്തശ്ശി പറയുമ്പോൾ വൈജി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. പിന്നെ അലീന, അവൾ വന്നിട്ടാണോ എൻ്റെ മക്കളെ നേരെയാക്കിയത്? അവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അവൾ വന്നതിന് ശേഷമുള്ള കുഴപ്പമേ ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം മാറി. ഇപ്പോൾ രണ്ടുപേരും നല്ല പിള്ളേരായിട്ട് നടക്കുക. അത് അവളുടെ കയ്യിലിരിപ്പുണ്ടെന്നല്ല, എൻ്റെ മക്കള് നല്ലവരായതുകൊണ്ടാണ്. മുത്തശ്ശി പറയുന്നുണ്ട്, വൈജേ, നിന്റെ മക്കളെക്കുറിച്ച് നീ എന്നോട് പറയരുത്. എനിക്കറിയാം എല്ലാവരുടെ സ്വഭാവം എന്തൊക്കെയാണെന്ന്, എന്തൊക്കെയാണ് സംഭവിച്ചതെന്നും. എന്നെക്കൊണ്ടുള്ള നീ കൂടുതലൊന്നും പറയിക്കാൻ നിൽക്കേണ്ട. അമ്മ എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെ ഇരിക്കുകയാണോ? വലിയ കാര്യത്തിന് അമ്മേനെ കാണാൻ വേണ്ടി ഞാൻ ഓടി വന്നതാ. അപ്പോൾ അമ്മ തുടങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. നീ എന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാണോ ശരിക്കും എന്ന് ചോദിക്കുമ്പം, അതെന്താ അമ്മയ്ക്ക് അങ്ങനെ ഒരു സംശയം എന്ന് ചോദിക്കുകയാണ്. അല്ല, ഞാൻ ചോദിച്ചതാ. മറ്റെന്തെങ്കിലും ഉദ്ദേശം എപ്പോഴും നിന്റെ വരവിൽ കാണുമല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഈ അലീന എങ്ങോട്ടേക്കാണ് പോയെന്ന് അമ്മയ്ക്കറിയോ? അലീന എങ്ങോട്ടാ പോയെന്ന് എനിക്കറിയില്ല. കുളത്തുപുഴയിലുള്ള ഒരു പ്ലാന്ററുടെ വീട്ടിലേക്കാണെന്നാ അവൾ എന്നോട് പറഞ്ഞത്. എന്താ ഇപ്പം കാര്യം? എന്തിനാ ഇപ്പം അവളെക്കുറിച്ച് അന്വേഷിക്കുന്നത്? ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അല്ല, എന്തോ ഉണ്ടല്ലോ. അങ്ങനെ ഒന്നുമില്ലാതെ നീ ഇങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞല്ലോ ഒന്നുമില്ല. അവള് ഇവിടുന്ന് പോയിട്ടും എൻ്റെ ഭർത്താവിനെ മക്കളെ വിട്ടുപിരിയാനുള്ള ഉദ്ദേശമൊന്നുമില്ല. എല്ലാ ദിവസവും ഫോൺ വിളിക്കുന്നത് കാണുന്നുണ്ട്, വീഡിയോ കോൾ വിളിക്കുന്നുണ്ട് രാത്രി എല്ലാവരെയും. പിന്നെ എൻ്റെ ഭർത്താവിനെ രാത്രി മുഴുവനും വിളിക്കുന്നുണ്ട്. ദയവായിച്ചേ അനാവശ്യം പറയരുത്. അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പം, എനിക്കറിയാം. അതെൻ്റെ നാക്കുകൊണ്ട് അമ്മയെ പറയിക്കാൻ നിൽക്കണ്ട. അച്ഛനും മകളുമാണെന്ന് പറഞ്ഞ് എല്ലാവരെയും കുറെ കാലം പറ്റിച്ചില്ലേ? എന്നിട്ടിപ്പോൾ പതിവ്രത ചമയുന്നു. എനിക്കറിയാം അവളൊരു പിഴച്ചവളാ എന്ന് പറയുമ്പം, വൈജയ് ദേ എഴുന്നേറ്റ് വന്ന് നിന്റെ കവളത്ത് ഓർമ്മ തരാനേ എനിക്കറിയാനായിട്ടല്ല. പിന്നെ മര്യാദക്ക് ഇരുന്നോണം, നാവ് വെച്ച് അടങ്ങിയിരുന്നോണം. എൻ്റെ അലീന മോളെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാണ്ടല്ലോ ശരിയാക്കി നിന്നെ ഞാൻ എന്ന് പറയുമ്പം, അമ്മ എന്തിനാ അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയുടെ മകളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വന്നവളല്ലേ അവൾ? അമ്മയുടെ മകളുടെ ഭർത്താവിനെ വശീകരിച്ചെടുത്തവളല്ലേ? അങ്ങനെയുള്ളപ്പോൾ അമ്മയ്ക്കല്ലേ അവളുടെ ഏറ്റവും ദേഷ്യം കാണേണ്ടത്? എന്നിട്ട് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഞാനങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വ്യക്തമായൊരു കാരണം ഉണ്ടാവുമെന്ന് നിനക്ക് മനസ്സിലാക്കാമല്ലോ. അത്രയും മനസ്സിലാക്കിയാൽ മതി. അലീന അവൾ പാവമാ. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ബാലേന്ദ്രനെ അവൾ സ്വന്തം അച്ഛനെ പോലെയാണ് കാണുന്നത്. അയാളുടെ ചോരയല്ല. പക്ഷേ നീ അവളുടെ അമ്മയെ പോലെയാ.
ആ കൂടെയുള്ളത് കൂടെപ്പിറപ്പുകളാ എന്നൊക്കെ പറയുമ്പം എനിക്കിതാ മനസ്സിലാവാത്തത്. എല്ലാവരും ഇങ്ങനെ ഒരു ഡയലോഗ് അടിക്കും, എൻ്റെ മക്കള് അവളുടെ കൂടെപ്പിറപ്പാ, ഒരേ ചോരയെന്നൊക്കെ പറഞ്ഞ്. അയാളിപ്പോൾ സമ്മതിച്ചല്ലോ അയാളുടെ മക്കളല്ലെന്ന്. പിന്നെ എന്തിനാ അങ്ങനെ പറയുന്നേ എന്ന് ചോദിക്കാണ്. ഞാൻ നിന്നോട് തർക്കിക്കാനൊന്നുമില്ല, പക്ഷെ അലീനെക്കുറിച്ച് മോശം പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ടിരിക്കും നീ കരുതണ്ട. എൻ്റെ കയ്യിൽ നിന്ന് നല്ലത് നീ മേടിക്കും എന്ന് പറയാൻ കേട്ടോ. എൻ്റെ നിന്ന് മാത്രമല്ല, ശിവനോ രാജീവനോ ഗംഗേട്ടനോ ഗംഗാധരനോ ആരെങ്കിലും കേട്ടാലും നിനക്ക് നല്ല തല്ല് കിട്ടും. അലീന നിന്റെ മൂത്ത മകളുടെ പ്രായമുള്ളൂ, അത് ഓർമ്മ വേണം എന്ന് പറയാണ്. എൻ്റെ മൂത്ത മകളോ? അതിന് എനിക്ക് എവിടുന്ന മൂത്ത മകൾ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശി ഒന്നും മിണ്ടാതിരിക്കാൻ കേട്ടോ. അതൊന്നുമില്ല. അല്ല, നീ കമലയെ കണ്ടില്ലേ? കണ്ടിരുന്നു വന്നപ്പോൾ. അല്ല, എന്തു പറ്റി? ചായ ഒന്നും കിട്ടിയില്ല ഇതുവരെ? ഞാൻ പറഞ്ഞതാ വേണ്ടെന്ന്. ഇവിടെ നിന്നപ്പോളേ കുറേ ദിവസം ഞാൻ കണ്ടതല്ലേ കമലടുത്തിൻ്റെ സ്വഭാവമൊക്കെ. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അമ്മേ, അച്ഛൻ തയ്യാറാക്കിയ വിൽപത്രം, ഈ വീടിൻ്റെ ആധാരം, അങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ എവിടെ ഇരിക്കുന്നേ എന്ന് ചോദിക്കുകയാണ്. എന്തിനാ ചോദിക്കുമ്പം അതൊക്കെയുണ്ട്, ആവശ്യമുണ്ട്. അതെല്ലാം സ്റ്റോർ റൂമിനുള്ളിൽ അച്ഛൻ്റെ പഴയ അലമാരിക്കകത്താണ് ഇരിക്കുന്നേ. എന്തിനാ നിനക്കിപ്പോൾ അത്? എനിക്ക് കുറച്ച് ആവശ്യങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അപ്പോളേ കരുതി നീ എന്നെ കാണാൻ വന്നതല്ലെന്ന്. നിന്റെ വരവിൻ്റെ പിന്നിൽ എന്തോ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലായതാ. എന്താടി നിനക്കിപ്പോൾ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് ഒന്നും വീതം വച്ചിട്ടൊന്നും ഇല്ലല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഒന്നറിയാനാ. നീ എന്തിനാ ഇപ്പം അതൊക്കെ അന്വേഷിക്കുന്നത്? 3 ആങ്ങളമാരുള്ളവർ അവർ പോലും ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ. പിന്നെ നിനക്ക് പിന്നെ അത്യാവശ്യം? എനിക്ക് അത്യാവശ്യമുണ്ട്. ആങ്ങളമാർക്ക് 3 പേർക്കും എപ്പോൾ വേണമെങ്കിലും കിട്ടും. പക്ഷെ എൻ്റെ കാര്യം അങ്ങനല്ലല്ലോ. എന്നെ കെട്ടിച്ചു വിട്ടതാണെന്നും പറഞ്ഞുകൊണ്ട് എനിക്കൊന്നും തരാതിരിക്കും. അമ്മയുള്ളപ്പോഴെങ്കിലും എല്ലാം ഒന്ന് എഴുതി പറക്കി വെക്കണം. അതുകൊണ്ട് ഓരോരുത്തർക്ക് എന്താന്ന് വല്ലതും അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി വന്നതാ. നീ ആളെ കൊള്ളാലോ വൈജേ. ഇത്രയും വർഷമായിട്ട് നീ ജോലിക്ക് പോകുന്നില്ലേ? 1 രൂപയെങ്കിലും നീ പുറത്തെടുത്തിട്ടുണ്ടോ? അമ്മയായ എനിക്കെങ്കിലും ഒരു 500 കയ്യിൽ മടക്കി തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. എല്ലാം നിന്റെ അക്കൗണ്ടിലില്ലേ? നിനക്ക് നൽകിയ 14 പവൻ്റെ സ്വർണം അത് നിന്റെ കയ്യിലില്ലേ? എല്ലാം നീ എവിടെ കൊണ്ട് വെച്ചേക്കാ? പിന്നെ നിനക്കെന്തിനാ ഈ ആക്രാന്തം എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ എനിക്ക് വേണ്ടേ അമ്മേ അവകാശങ്ങളും സ്വത്തുക്കളൊക്കെ. ഈ വീടിപ്പം ശിവേട്ടനുള്ളതാണെന്ന് എനിക്കറിയാം. ശിവേട്ടനും ഭാര്യയൊക്കെ ഇവിടെ തന്നെയാണല്ലോ താമസിക്കുന്നത്. അത് കഴിഞ്ഞും ഇഷ്ടംപോലെ ഏക്കർ പറമ്പുകളും തെങ്ങിൻ തോപ്പും ഒരുപാട് കടമുറികളും ഒക്കെ ഉണ്ടല്ലോ. അതിൽ എനിക്ക് എന്തെങ്കിലും അവകാശപ്പെട്ടുണ്ടോ എന്ന് എനിക്കറിയണ്ടേ എന്ന് വൈജ പറയുന്നുണ്ട്. നീ കൊള്ള ആള്, നിന്നെക്കൊണ്ട് ഒരു രക്ഷയില്ലല്ലോ എൻ്റെ പൊന്നു വൈജേ. വീട്ടിലെ മലമ്പ് എല്ലായിടത്തും അലമ്പാണല്ലോ. ഈ കാര്യം എങ്ങാനും ഗംഗാധരൻ രാജീവൻ അറിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഒരൊറ്റ പെങ്ങളല്ലേ ഉള്ളെന്ന് കരുതി അവർ ഒരുപാട് സ്നേഹിച്ച് ലാളിച്ചല്ലേ നിന്നെ വളർത്തിയ കാര്യമൊന്നും പറയണ്ട. ഞാൻ ഏറ്റവും ആഗ്രഹിച്ച കാര്യം ഈ ലോകത്ത് എന്തായിരുന്നെന്ന് അമ്മയ്ക്കറിയാലോ. അതെല്ലാം നഷ്ടപ്പെടുത്തിയത് ആരാണെന്നും അമ്മയ്ക്കറിയാലോ. അതിനെക്കുറിച്ച് അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. എൻ്റെ അച്ഛനാ എല്ലാത്തിനും കാരണക്കാരൻ. അങ്ങനെയുള്ള അച്ഛൻ എനിക്കെന്താ എഴുതി വെച്ചേക്കണമെന്ന് എനിക്കറിയണമല്ലോ. എൻ്റെ ജീവിതം നശിപ്പിച്ച ആളല്ലേ. ഞാൻ ഏറ്റവും അധികം സ്നേഹിച്ചിരുന്ന ആളെ എന്നിൽ നിന്ന് പറിച്ചകറ്റി, എൻ്റെ കുഞ്ഞിനെ പറിച്ചകറ്റിയിട്ട് ആ കാണുന്ന ബാലിൻ്റെ കൂടെ എന്നെ വിവാഹം കഴിച്ചയപ്പിച്ചത് അച്ഛൻ ഒറ്റൊരാളല്ലേ. എന്നിട്ട് ഞാൻ എന്ത് നേടി എന്ന് ചോദിക്കുകയാണ്. എന്താണ് നേടാത്തത്? ബാലൻ നിന്നെ പൊന്നു പോലെ നോക്കിയില്ലേ? അന്തസ്സോടെ ഇത്രയും കാലം നീ ജീവിച്ചില്ലേ? നിനക്ക് എന്താണ് ഒരു കുഴപ്പം? ഒരു രാജകുമാരിയെ പോലെയല്ലേ അവൻ നിന്നെ കൊണ്ടു നടന്നത് എന്ന് ചോദിക്കുകയാണ്. എന്നിട്ടിപ്പോഴോ എവിടുന്ന് ഓടുത്തി വന്നു കയറിയപ്പോൾ എല്ലാം മറന്ന് അവളുടെ കൂടെ പോയില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ നാശം പിടിച്ചവൾ വന്ന് കയറിയ പിന്നെ എന്നെ കുടുംബം ആകെപ്പാട് താറുമാറായി. അതിനെക്കുറിച്ചൊന്നും ഇനി എനിക്കൊന്നും പറയാനില്ല. അമ്മയോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് വൈജു നേരെ അച്ഛൻ്റെ ആ മുറിയിലേക്ക് പോവാനുണ്ടോ. അച്ഛൻ്റെ പഴയ മുറിയിൽ ഒരു അലമാരിക്കകത്ത് ആ ഡോക്യുമെന്റ്സ് ഒക്കെ ഇരിക്കുന്നത് തപ്പിയെടുക്കാനായിട്ട് പോകുന്നുണ്ട്. കമല ചോദിക്കുകയാണ്, ആഹാ ഇതെന്താ വൈജെ, എന്താ തപ്പിയെടുക്കുന്നത് എന്ന് ചോദിക്കുമ്പം, അല്ല പഴയ ഡോക്യുമെന്റ്സ് ഒക്കെ ഒന്ന് നോക്കാനെടുക്കുമായിരുന്നു. എൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയണമല്ലോ. അല്ല നീ ഇപ്പം എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നത്? അതൊക്കെ അന്വേഷിക്കേണ്ട കമലയിടത്തി എന്നാണെങ്കിലും അതൊക്കെ വേണ്ടിയതല്ലേ എന്ന് പറയാണ്. അപ്പോൾ കമലയ്ക്കും ഉള്ളിലൊരു ഇടിപ്പുണ്ട് കേട്ടോ. കാരണം ഇപ്പം താമസിക്കുന്ന വീടും ചുറ്റോട് ചുറ്റും കിടക്കുന്ന സ്ഥലവും എല്ലാം ഇപ്പം നോക്കി നടത്തുന്നതും കൈകാര്യം ചെയ്യുന്നതും എല്ലാം ശിവനും അവരൊക്കെ ആണല്ലോ. അപ്പോൾ വൈദ്യ നോക്കിയിട്ട് ആ വിൽപ്പത്രത്തിൽ അതല്ലാതെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇവരിവിടുന്ന് ഇറങ്ങേണ്ടി വരുമോ എന്നൊരു പേടി നമ്മുടെ കമലയ്ക്കുമുണ്ട്.
കമൽ എപ്പോഴേക്കും നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ജ്യൂസ് എടുക്കുന്നുണ്ട്. ജ്യൂസ് കൊണ്ടുവന്ന് വൈജയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവളെ ഇപ്പോൾ പിന്തിരിപ്പിക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ വൈജയുടെ കൂടെ കൂടിയിട്ട് തപ്പുന്നത് പോലെ അവളും കാണിക്കുകയാണ്. അങ്ങനെ ഡോക്യുമെൻസും കുറേ ഫയൽസും കുറേ കാര്യങ്ങളെല്ലാം ഇവർക്ക് കിട്ടുകയാണ്. എല്ലാം എടുത്ത് ഇവർ ടേബിളിൽ കൊണ്ട് വെക്കുന്നുണ്ട്. ഈ സമയം ശിവൻ കമലെ ഫോൺ ചെയ്യാണ്. അപ്പോൾ എന്തെടുക്കാന്ന് ചോദിക്കുമ്പോൾ വൈജ വന്നിട്ടുണ്ട്. ഞങ്ങൾ അച്ഛൻ്റെ അലമാരയിലെ ഫയൽസൊക്കെ നോക്കുമായിരുന്നു എന്ന് പറയുമ്പം അതൊക്കെ എന്തിനാ ഇപ്പം നോക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാനല്ല ശിവേട്ടാ, വൈജിയാണ് നോക്കിയത്. ഈ അച്ഛൻ്റെ വിൽപ്പത്രമൊക്കെ ഒന്ന് കാണണമെന്ന് വൈജ പറഞ്ഞു എന്ന് പറയാണ്. അല്ല ഇപ്പം എന്തിനാ അത് അവൾക്ക് ആവശ്യം എന്ന് ചോദിക്കുമ്പം അതൊന്നും അറിയില്ല, കാണുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ എടുത്തു കൊടുക്കായിരുന്നു എന്ന് കമല പറയുന്നതിന് കേട്ടോ. എന്നാൽ ശരി നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശിവൻ ഫോൺ കട്ടാക്കാണ്. ശിവൻ എന്നിട്ട് ഗംഗാധരനെയും അതുപോലെ തന്നെ രാജീവിനെയും കോൾ ചെയ്യുന്നതിന് കേട്ടോ. രണ്ടുപേരെയും കോൺഫറൻസ് കോൾ വിളിക്കുകയാണ്. എന്നിട്ട് ഈ സംഭവമൊക്കെ പറയുമ്പം ഗംഗാധരൻ ചോദിക്കുകയാണ്, ഇവയ്ക്ക് ഇത് എന്തിൻ്റെ പ്രാന്താ, ഇപ്പം എന്തിനാ അതൊക്കെ വന്ന് നോക്കാൻ നിൽക്കുന്നത്? നമ്മൾ പോലും അതൊന്നും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. അച്ഛൻ എന്തോ എഴുതി വെക്കട്ടെ, അച്ഛൻ്റെ എല്ലാ സ്വത്തുക്കളും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വീതിച്ചെടുത്താൽ പോരെ, അതിന് ഇവയ്ക്കിപ്പോൾ എന്താ അത്യാവശ്യം? ആർക്കറിയാം, ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നം ഉണ്ടാക്കാൻ അവൾ മനഃപൂർവ്വം ശ്രമിക്കുകയാണെന്ന് തോന്നുന്നു. അലീനേനെ അവൾ പറഞ്ഞു വിട്ടല്ലോ, ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതായിരിക്കും എന്ന് ശിവൻ പറയുന്നുണ്ട് കേട്ടോ. രാജീവ് പറയാണ്, ഇവക്ക് എത്ര കിട്ടിയാലും എന്തൊക്കെ ചെയ്താലും മതിയാവില്ല കേട്ടാ, ഇവക്ക് നല്ലൊരു കൊട്ടു കൊടുത്താലേ ഇവൾ അടങ്ങി നിൽക്കുകയുള്ളൂ. ഞാൻ ഈയിടെ രോഹിതനെയൊക്കെ വിളിച്ചിരുന്നു, മനുവിനെ വിളിച്ചു, അവരും പറഞ്ഞത് ഇതുവരെ അടങ്ങി നിൽക്കാനുള്ള ഒരു ഭാവം ഇല്ലെന്നാ. ഇപ്പോഴും ആ ബാലചന്ദ്രനെ ഇട്ട് വട്ട് തട്ടുവാണെന്നാ അവിടെ പറഞ്ഞത്. ബാലൻ അലീന പറഞ്ഞ പേരിൽ മാത്രം അടങ്ങി ഒതുങ്ങി നിൽക്കുക, അല്ലെങ്കിൽ അയാൾ എല്ലാം പൊട്ടിക്കും. ആ ബോംബ് പൊട്ടിയ പിന്നെ അറിയാലോ, വൈദ്യരുടെ ജീവിതം അതോടെ തകർന്നു. ആ പിള്ളേർക്കും ഒരു സ്വൈര്യം കൊടുക്കില്ലെന്നാണ് മനു പറഞ്ഞത്. ഇവളെന്താ ഇങ്ങനെ ആയിപ്പോയത് എന്നൊക്കെ സഹോദരങ്ങൾ പരസ്പരം സംസാരിക്കാൻ കേട്ടോ. അച്ഛൻ മരിച്ചതിന് ശേഷമായിപ്പോലും ഇവർ മൂന്നുപേരും സ്വത്തിനു വേണ്ടി മുറവിളി ഉണ്ടാക്കുകയോ എന്തൊക്കെ ആർക്കൊക്കെ ഉണ്ടെന്ന് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ആ സ്ഥാനത്ത് ഇപ്പോൾ വൈജ പോയിട്ട് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ വൈജ ഡെസ്കിൽ കൊണ്ടുവച്ചിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും എല്ലാം നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഇപ്പോൾ താമസിക്കുന്ന കമൽ താമസിക്കുന്ന വീടിൻ്റെ കുടുംബ വീടിൻ്റെ ആ ഒരു പേപ്പേഴ്സ് എല്ലാം കിട്ടുകയാണ്. അങ്ങനെ അത് മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം കുറേ തെങ്ങുംതോപ്പ്, കുറേ റബ്ബർ എസ്റ്റേറ്റ്, അങ്ങനെ കുറേ സ്ഥലങ്ങൾ, പിന്നെ ഉള്ളത് ടൗണിലുള്ള കുറേ കടമുറി, അങ്ങനെ എല്ലാത്തിൻ്റെയും ഡോക്യുമെൻറ്റ്സൊക്കെ ഇവർക്ക് കിട്ടുകയാണ് കേട്ടോ. ഇതെല്ലാം മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് കമലയ്ക്ക് ആകെപ്പാടെ ചങ്കിടിപ്പാണ്. അടുത്ത ഒരു ഡോക്യുമെൻ്റ് കാണുന്നുണ്ട്. ചിലപ്പോൾ അച്ഛൻ ഇതിൽ എഴുതി വെച്ച് കാണുമോ? ഏയ് അച്ഛൻ അങ്ങനൊന്നും ചെയ്ത് കാണില്ല എന്ന് കമല പറയുമ്പം അല്ല, അച്ഛൻ കുറേ ദിവസം വയ്യാതെ കിടന്നല്ലോ, ചിലപ്പം അങ്ങനെ ചെയ്ത് കാണും, മറ്റേ വക്കീലിടയ്ക്ക് വരും പോവുക ചെയ്തായിരുന്നല്ലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ അച്ഛൻ്റെ നമ്മുടെ വൈദ്യ ഊഹിച്ചത് ശരിയാണ്. അച്ഛൻ വിൽപ്പത്രം തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ മറ്റു മക്കൾക്കൊന്നും അതിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവരാരും നോക്കിയിട്ട് കൂടി ഇല്ലായിരുന്നു. വൈജ വന്നാണ് ഇത് കണ്ടെത്തുന്നത് കേട്ടോ. അങ്ങനെ വൈജ കമലോട് പറയാണ്, ഞാൻ പറഞ്ഞില്ലേ കമലിടത്തി, ഒരു വിൽപ്പത്രം തയ്യാറാക്കാതെ അച്ഛൻ പോയില്ലാന്ന്. ദേ നോക്ക്, ഈ വിൽപ്പത്രം അച്ഛൻ തയ്യാറാക്കിയിട്ടുണ്ട്, ബാ നമുക്ക് അമ്മയുടെ അടുത്ത് പോയി ഒന്ന് വായിക്കാം എന്നും പറഞ്ഞുകൊണ്ട് കമലയെ കൂട്ടിക്കൊണ്ട് വൈജ നേരെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്താടി നീ അന്വേഷിച്ചത് കിട്ടിയോ? കിട്ടിയമ്മേ, മരിക്കുന്നതിന് മുമ്പ് അച്ഛൻ്റെ വിൽപ്പത്രം തയ്യാറാക്കിയിട്ടുണ്ട്. നിന്നെപ്പോലുള്ളത് ഏതെങ്കിലും ഒരു വിഷയത്തെ കാണുമെന്ന് അച്ഛനറിയായിരുന്നു, അതുകൊണ്ട് അച്ഛൻ നേരത്തെ എല്ലാം എഴുതി വെച്ചത്. ഞാൻ എന്ത് ചെയ്തമ്മേ, എൻ്റെ അവകാശം കൂടെ അല്ലേ ഇത്? നിങ്ങളുടെ മകളല്ലേ ഞാനും, ഏക മകള്, അപ്പം എനിക്കും ഇതിൽ അവകാശമുണ്ടല്ലോ എന്ന് പറയുമ്പം ഉണ്ടേ, ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിൽപ്പത്രം വായിച്ച് തുടങ്ങാണ് വൈജ. ആ വായിക്കുന്നിടയ്ക്ക് ആ കാഴ്ച കണ്ട് വൈജ ഞെട്ടിപ്പോന്ന കേട്ടോ. അവിടെ അലീനയുടെ പേര് മെൻഷൻ ചെയ്തിരിക്കുന്നു. അത് കണ്ട് അവൾ ചാടി എഴുന്നേക്കാണ്. അലീനയുടെ പേരിൽ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും കമല ഞെട്ടിപ്പോവാണ്. അലീനയുടെ പേരിലോ? നീ എന്തൊക്കെയാ പറയുന്നേ? കമലയെടുത്തി, ഞാൻ പറഞ്ഞ ആ റബ്ബർ എസ്റ്റേറ്റ് ഇല്ലേ, അത് അലീനയുടെ പേരിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അവളുടെ പേരിലോ? 100 ഏക്കർ റബ്ബർ എസ്റ്റേറ്റ് ഉണ്ടത്, അതെന്തിനാ അച്ഛൻ അവളുടെ പേരിൽ എഴുതിയത്? പൊന്നു വില കിട്ടും, ഇപ്പം കൊടുത്താലും 10-20 കോടി രൂപ കിട്ടും ആ സ്ഥലത്തിന്. ആ സ്ഥലമാണോ അച്ഛൻ അവളുടെ പേരിൽ? അതേ കമലെടുത്തി, ഇതേ വായിച്ചു നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് അത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഇമ്മീഡിയറ്റായിട്ട് ആ വക്കീലിനെ വൈജി വിളിക്കുന്നുണ്ട് വരാൻ പറഞ്ഞിട്ട്. മുത്തശ്ശി പറയാണ്, അച്ഛന് അവളോട് ഒരു പ്രത്യേക സ്നേഹമായിരുന്നു, അതുകൊണ്ടായിരിക്കാം അതൊക്കെ എഴുതി കൊടുത്തത്. അമ്മേ, എത്ര പ്രത്യേക സ്നേഹം ഉണ്ടെങ്കിലും
10-20 കോടി രൂപയുടെ മുതലൊക്കെ ആരെങ്കിലും എഴുതി കൊടുക്കോ, അതും സ്വന്തം മക്കൾക്ക് കൊടുക്കാതെ എന്ന് പറയുമ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അതിൽ വീതമില്ലേ എന്ന് പറയുമ്പം ഉണ്ട്. ഈ കുടുംബവീട് ശിവേട്ടനും കമലേട്ടത്തിൽ കൂടിയാ. അതുപോലെ തന്നെ ആ ഒരു തെങ്ങിൻ തോപ്പ് അതെൻ്റെ പേരിലാ. കടമുറികളും അവിടെയുള്ള കുറേ ഏക്കർ സ്ഥലവും ഗംഗേട്ടൻ്റെ പേരിലും പിന്നെ രാജീവേട്ടൻ്റെ പേരിലും കുറേ സ്ഥലങ്ങളുണ്ട്. അമ്മയുടെ പേരിലും ഒരു വിഹിതമുണ്ട്. അമ്മയുടെ കാലശേഷം അത് 4 മക്കൾ കൂടി വീതിച്ചെടുക്കാനാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എങ്കിലും അലീനയ്ക്ക് അവൾക്ക് എന്തിനാണ് കൊടുത്തത് എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും കമല ചോദിക്കുന്നുണ്ട്, അമ്മേ വൈദ്യ ചോദിച്ചത് ശരിയല്ലേ? അവൾ ആരാ? ഈ വീട്ടിലേക്ക് സെർവൻ്റായിട്ട് വന്ന കയറികളല്ലേ? ഒരു ബന്ധം ആരുമായിട്ടും ഇല്ല. ബാലന്റെ മകളും അല്ലല്ലോ. പിന്നെ എന്തിനാ അവൾക്ക് ഇത്രയും സ്വത്തുകൾ എഴുതി വെച്ചിരിക്കുന്നത് എന്ന് കമല ചോദിക്കാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വക്കീൽ കയറി വരുന്നു കേട്ടോ. എന്താ മേഡം, എന്താ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞ് എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ മുത്തശ്ശിയാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ ഇനി ടെൻഷൻ അടിച്ചിരിക്കുന്നതാണ് കേട്ടോ. അല്ല, ഈ വെൽപ്പത്രം എഴുതിയത് താനല്ലേ എന്ന് ചോദിക്കുമ്പം അതെ, ഇവിടുത്തെ മുത്തശ്ശൻ പറഞ്ഞിട്ട് എഴുതിയതാ എന്ന് പറയുമ്പം ഇതിനകത്ത് അലീന എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് ഇവിടുന്ന് ഒരു 10-20 ഏക്കറോളം റബ്ബർ തോട്ടം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അതാര് പറഞ്ഞിട്ടാന്ന് ചോദിക്കുമ്പം അദ്ദേഹം പറഞ്ഞാൽ എഴുതി വെച്ചത്. ഇതെല്ലാം അദ്ദേഹം പറഞ്ഞ് എന്നെ കൊണ്ട് എഴുതിപ്പിച്ചതാണ് എന്ന് പറയുമ്പോൾ അവൾ ഈ വീട്ടിലെ ആരുമല്ല, ഞങ്ങളുടെ ആരുമല്ല, പിന്നെ എന്തിനാ അവളുടെ പേരിൽ ഇത്രയും സ്വത്തുക്കൾ എന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല മേഡം. അദ്ദേഹം എന്നോട് എഴുതാൻ പറഞ്ഞു, ഞാൻ അതുപോലെ എഴുതി എല്ലാം റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു. എല്ലാം കമ്പ്യൂട്ടറിലാക്കുകയും വരവെക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ. എങ്കിലും ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് വൈദ്യ ദേഷ്യപ്പെടുമ്പം മുത്തശ്ശി പറയാണ്, താൻ പോയിക്കോ, പിന്നെ വിളിക്കാം എന്നും പറഞ്ഞ് അയാളെ പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോഴേക്ക് അപ്പം തന്നെ കമല ശിവനെ വിളിക്കുകയാണേ. വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ശിവനാണെങ്കിലോ ആകെപ്പാട് ടെൻഷനായിട്ടോ. ഇപ്പം വൈദ്യ ഇതറിഞ്ഞല്ലോ, വൈദ്യന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നോർത്ത് അയാൾക്ക് ആകെപ്പാട് ടെൻഷനായിരിക്കുകയാണ്. ആ സമയം ശിവനാണെങ്കിൽ നേരെ ഗംഗേട്ടനെയും രാജീവിനെ കൂടി വിളിക്കുന്നുണ്ട്. ഈ സംഭവങ്ങളെല്ലാം പറയാണ്. ഈ വൈദ്യയുടെ ഒരു കാര്യം അതിനിടയ്ക്ക് അതും പോയി കണ്ടുപിടിച്ചോ എന്ന് ഗംഗേട്ടൻ ചോദിക്കുകയാണ്. അല്ല, അച്ഛനെങ്കിലും അല്ലയുടെ പേർക്ക് അങ്ങനെ എഴുതി വെച്ചല്ലോ എന്ന് ശിവൻ പറയുമ്പം അതെ, എന്തായാലും അത് നന്നായി. അലീന എന്തൊക്കെ പറഞ്ഞാലും അച്ഛൻ്റെ കൊച്ചുമോളല്ലേ, അപ്പോൾ അവൾക്ക് എഴുതി വെക്കേണ്ടത് അച്ഛൻ്റെ ഉത്തരവാദിത്തമല്ലേ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ അങ്ങനെ വേണ്ടിയിരുന്നില്ല, വൈദ്യയുടെ പേര് തന്നെ ഉള്ളത് അലീനയ്ക്കൂടെ ഉള്ളതല്ലേ. അപ്പോൾ ഗംഗേട്ടൻ പറയാണ്, ഒരിക്കലും വൈജ സത്യങ്ങൾ അറിഞ്ഞില്ലെങ്കിലോ, അവസാനം വരെ അവ തൻ്റെ മകളാണെന്ന് അറിഞ്ഞില്ലെങ്കിൽ അവൾക്ക് ഒരു വിധം കിട്ടാതെ പോയില്ലേ, അതുകൊണ്ടായിരിക്കാം അച്ഛൻ അങ്ങനെ എഴുതി വെച്ചത് എന്ന് പറയുന്നുണ്ട്. ശിവന് ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല ഗംഗേട്ടാ, അതും നമ്മുടെ കുട്ടി തന്നെയല്ലേ. രോഹിത്തും ഭവിതയും കൃഷ്ണമോളും നമുക്ക് എങ്ങനെയാണോ അങ്ങനെ തന്നെയല്ലേ നമുക്ക് അലീനയും എന്ന് പറയുന്നുണ്ട് കേട്ടോ. എങ്കിലും ഇതിപ്പോൾ കൊല്ലപ്പള്ളിയിൽ വലിയൊരു ചർച്ചയ്ക്ക് ഇടയാക്കിയല്ലോ. ഇനിയിപ്പോൾ നമുക്ക് കോള് വരും, ആകെപ്പാടെ പുകയിലാവുമല്ലോ. അവിടെ ഇപ്പോൾ ഇടിനാശ വെള്ളപ്പൊക്കമായിരിക്കും, അമ്മേനെ വൈജ കിടത്തി പൊറപ്പിക്കില്ല എന്ന് ശിവൻ പറയുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ 3 പേരും ഇത്രയും ദൂരെയല്ലേ, എങ്ങനെയാണെങ്കിലും നാളെയാവും നമ്മളൊക്കെ എത്തുമ്പോൾ. അതുകൊണ്ട് വൈജയോട് സമാധാനമായിട്ടിരിക്കാൻ പറ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാമെന്ന് പറ എന്നൊക്കെ ഗംഗേട്ടൻ പറയുന്നുണ്ട്. ഗംഗേട്ടൻ തന്നെ വിളിച്ചു പറ, ഞങ്ങൾക്കറിയില്ല എന്ന് രാജീവനും ശിവനും കൂടി പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് എങ്കിലും അച്ഛൻ എന്തൊരു പണിയാ കാണിച്ചത്, ആരുമില്ലാത്ത എവിടുന്ന് വലിഞ്ഞു കയറി വന്ന ആ പിഴച്ചവർക്ക് ഇതെല്ലാം എഴുതി കൊടുക്കണ്ട എന്ത് കാര്യമാണെന്നുള്ളത് എന്നൊക്കെ വൈദ്യ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമല പറയാണ്, അപ്പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്, എല്ലാ മക്കൾക്കും കൃത്യമായ അളവിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതിനൊക്കെ ഞാൻ യോജിക്കുന്നുണ്ട്. അച്ഛൻ അതിലെല്ലാം നേർമ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ബന്ധമില്ലാത്ത ഒരുത്തിക്ക് ഇതെല്ലാം കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് ഞങ്ങൾക്കറിയണം. എങ്ങനെ പോയാലും 10 കോടി രൂപ മേളിൽ ആ സ്ഥലത്തിന് വിലയുള്ളതാ, നല്ല കണ്ണായ സ്ഥലം, 3 ഏക്കർ സ്ഥലമില്ലേ, ആ സ്ഥലം അവൾക്ക് കൊടുത്തതിൻ്റെ കാരണം ഞങ്ങൾക്കറിയണം. അവൾ ഇതുകൊണ്ടായിരിക്കും എല്ലാവരും പഞ്ചാവർത്തനം പറഞ്ഞ് മയക്കിയത് എന്ന് കമല പറയാണ്. ഞാൻ അന്നേ പറഞ്ഞില്ലേ കമലയെടുത്തി, എല്ലാ ആണുങ്ങളെയും എല്ലാവരെയും അവളെ കയ്യിലെടുക്കുന്നത് ഈ സ്വത്തിന് വേണ്ടിയിട്ടാ. എവിടുന്നോ വലിഞ്ഞു കയറി വന്നവർക്ക് ഇത്രയും കോടി രൂപയുടെ സ്വത്തുക്കൾ കിട്ടിയത് ചുമ്മാ വെക്കുവോ? ഈ ജീവിതകാലം അവൾ തപസ് ചെയ്താൽ കിട്ടുമോ ഇത്രയും കാശ്? ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ആണുങ്ങളെല്ലാം വശത്താക്കിയപ്പോൾ നിമിഷം നേരം കൊണ്ടല്ലേ അവൾക്കിതെല്ലാം കിട്ടിയത്. അവളുടെ ബുദ്ധിയുള്ളവളാ എന്നൊക്കെ പറഞ്ഞ് ഇവർ പരസ്പരം ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ടുകൊണ്ട് മുത്തശ്ശിക്ക് എന്ത് പറയണമെന്നറിയില്ല. കാരണം മുത്തശ്ശിക്ക് അറിയാലോ, വൈദ്യയുടെ മകളായതുകൊണ്ടും അങ്ങനെ ഒരു ബന്ധത്തിലുള്ളതായതുകൊണ്ടും അവൾക്ക് ആ ഒരു ഷെയർ കൊടുത്താണെന്ന്. പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ.
മുത്തശ്ശി പറയാണ്, നിങ്ങളെന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നത്? എഴുതി കൊടുത്തത് നിങ്ങൾ അച്ഛനല്ലേ, അച്ഛനെ പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുമ്പം, മരിച്ചുപോയ അച്ഛനെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാ? അവളെ പറയണം, എല്ലാം ഞങ്ങൾക്ക് അറിയണം. അവള് മനഃപൂർവ്വം എല്ലാം എഴുതി ഒപ്പിച്ചു വെച്ചതാ. അപ്പൊ കമല പറയുന്നുണ്ട്, പൊന്നു വൈജി നീ സൂക്ഷിച്ചോ, ഇനി നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ വിൽപ്പത്തെടുത്ത് നോക്ക്. മിക്കവാറും ആ വീടും സ്വർണ്ണക്കടയും ആ ഹാർഡ്വെയർ ഷോപ്പും തുണിക്കടയും എല്ലാം അവളുടെ പേരിലായിരിക്കും. എല്ലാം അവളുടെ പേരിലാക്കിയിട്ടായിരിക്കും അവൾ അവിടുന്ന് പോയത്. ഇവിടുന്ന് അങ്ങനെ പേരിലാക്കിയിട്ടാണല്ലോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വന്നത്. അതുപോലെ അവിടുന്ന് ആക്കിയിട്ടായിരിക്കും അവൾ കടപ്പാറ്റൂരിന്ന് പോയത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. വൈജി പറയാണ്, കമലടുത്ത് പറഞ്ഞാലും കാര്യമുണ്ട്, അവളുടെ സ്വഭാവമല്ലേ, അവൾ അതും ചെയ്യും അതിലപ്പുറവും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വൈജി പറയാണ്, ഞാൻ എന്തായാലും ഗംഗേട്ടനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗേട്ടനെ വിളിക്കുകയാണ്. ഗംഗേട്ടൻ പറയുന്നുണ്ട്, വൈജി എന്തൊക്കെയായാലും നമുക്ക് നാളെ സംസാരിക്കാം. നാളെ ഞാനും ശിവനും രാജീവനും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പോരെ നിന്റെ ചോദ്യം വിസ്താരമൊക്കെ. എങ്കിലും ഗംഗേട്ട എനിക്ക് മനസ്സിലാവുന്നില്ല, ഒരു ഷെയർ, അതും 10-15 കോടി രൂപയുടെ സ്വത്ത് അവളുടെ പേരിൽ എഴുതി വെക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്കറിയില്ല. അതെനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. അപ്പൊ കമല പറയാണ്, അതേ ഗംഗേട്ട, അല്ലെങ്കിലും ഒരു പരിചയമില്ലാത്ത അവളുടെ പേരിൽ അച്ഛൻ എന്തിനാ അത്ര എഴുതി വെക്കുന്നത്? ഒരു അനാഥാലയത്തിൽ മൊത്തത്തിലാണെങ്കിൽ നമുക്ക് അങ്ങനെ കരുതാം, ഒരു ചാരിറ്റി ആണെന്ന്. ഇവക്ക് തന്നെ എഴുതണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ. 5, 10, 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ക്ഷമിക്കായിരുന്നു. ഇതിപ്പം കോടിക്കണക്കിന് രൂപയല്ലേ എന്ന് ചോദിക്കാൻ കേട്ടോ. അച്ഛൻ്റെ സ്വത്ത് ആർക്ക് കൊടുക്കണമെന്ന് അച്ഛനല്ലേ കമല തീരുമാനിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പം, അതൊക്കെ ആയിക്കോട്ടെ, എങ്കിലും അതിനൊരു കാരണം വേണമല്ലോ ഗംഗേട്ട എന്ന് കമല ചോദിക്കുകയാണ്. അങ്ങനെ ശിവനും രാജീവനും ഗംഗേട്ടനും കൂടി നാളെ വരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വൈജി ആകെപ്പാടെ ഡെസ്പായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മനു അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ആരെയാമേ മുറ്റത്തെ കാറ്? വൈജയുടെ കാറ് പോലെ തോന്നിക്കുന്നല്ലോ എന്ന് പറയുമ്പോൾ വൈജി പറയുന്നുണ്ട്, തോന്നല്ലടാ, അതെന്റെ കാറാ. എപ്പോൾ ഇറക്കി ആൻറ്റി വർക്ക്ഷോപ്പിൽ നിന്ന്? ഇന്നലെ വൈകിട്ട് ഇറക്കിയതാ എന്ന് പറയാൻ കേട്ടോ. അല്ല ഇതെന്താ ഈ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ? അപ്പോഴേക്കും കമല പറയാണ്, ഞാൻ പറയാടാ എന്താ കാര്യം എന്നൊക്കെ. നീ പറഞ്ഞില്ലേ ആലിന പാവമാണെന്ന്, ആ പാവം പിടിച്ചവളുടെ കാണിച്ചിട്ട് പോയി എന്താണെന്ന് നീ അറിയണം, കാണിച്ചിട്ട് പോയി എന്താണെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പം എന്താമേന്ന് ചോദിക്കുകയാണ്. ഇത് വായിച്ചു നോക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ മുദ്രപത്രം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ കേട്ടോ. ഇത് വായിച്ചു നോക്കിയിട്ട് ഇതിലെന്താ കുഴപ്പം, മുത്തശ്ശൻ്റെ ഒരു വിഹിതം അലിയുടെ പേർക്ക് എഴുതി വെച്ചു, അത്രയല്ലേ ഉള്ളൂ. അത്ര ഉള്ളോ? അവൾ ആരാടാ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും മനുവിന് കാര്യം ക്ലിക്കാവുന്നത്. ഇവർക്കറിയില്ലല്ലോ അലിന ആരാണെന്ന്. ഈ വീട്ടിലെ ഒരു വെറും വേലക്കാരില്ലേടാ അവള്. ആ വേലക്കാരിക്ക് ഇത്രയും സ്വത്തുക്കൾ അച്ഛൻ എഴുതി വെക്കേണ്ട കാര്യം എന്താടാ എന്ന് ചോദിക്കുകയാണ്. മനുവിന് ഉത്തരം മുട്ടി പോകാൻ കേട്ടോ. അപ്പോഴേക്കും നാളെ ഗംഗേട്ടനും ശിവേട്ടനും ഒക്കെ വരുന്നുണ്ട്. അവർ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കണം. അവൾ എവിടെ പോയാലും അവളെ ഇവിടെ കൊണ്ടുവരുമെന്ന് വൈജ പറയാണ്. ഇത് തിരുത്തി എഴുതി ഒപ്പിടിച്ചിട്ടല്ലാതെ അവളെ വെറുതെ വിടില്ല എന്ന് വൈജ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനു പറയാണ്, അതാൻറ്റി എന്തെങ്കിലും ചെയ്യേ, എന്നെ വെറുതെ വിട്ടേക്ക് എന്നും പറഞ്ഞുകൊണ്ട് ആ പേപ്പർ തിരികെ കൊടുത്തിട്ട് മനു നേരെ അവൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്നുണ്ട് കേട്ടോ. അവിടെ ചെന്നിട്ട് വല്യച്ഛനെയും കൊച്ചച്ഛനെയും അച്ഛനെയൊക്കെ മനു വിളിക്കുന്നുണ്ട്. അവരും ഈ കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഇതാകെപ്പാടെ വള്ളിയായല്ലോ അച്ഛാ. ആ ആൻറ്റി എങ്ങനെ അറിഞ്ഞു ഇതെല്ലാം? വന്ന് തപ്പി എടുത്തതാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നാളെ എന്തായാലും ഞങ്ങൾ വരികയാണ്. അതുവരേക്കും നീ അവളുടെ എസ്കേപ്പായി നിന്നോ, വന്നു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. മനുവും ആകെപ്പാടെ ആശയക്കുഴപ്പത്തിലിരിക്കുകയാണ്. മുത്തച്ഛൻ ഇങ്ങനെ എഴുതി വെച്ചത് എന്തിനാണെന്നുള്ള കാര്യം ഇനിയിപ്പോൾ വൈജയനെ പറഞ്ഞു മനസ്സിലാക്കണമല്ലോ. വെറുതെ ഒരു വേലക്കാരിക്ക് ഒരിക്കലും ഇത്രയും സ്വത്തുക്കൾ എഴുതി വെക്കില്ല എന്ന് ഇവർക്കറിയാലോ. ആകെപ്പാടെ ഡെസ്പായിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ മനു. ഇതിൻ്റെ ബാക്കി സ്റ്റോറി നാളെ നമ്മുടെ ശിവേട്ടനും രാജീവേട്ടനും ഒക്കെ വരുന്നത് നാളത്തെ ഒരു എപ്പിസോഡിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്തി ആയി പോയതുകൊണ്ടാണേ. അപ്പോൾ വീഡിയോ എന്തെങ്കിലും ഹൈപ്പ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.